സാർ ഇവിടെ ഏത് വീട്ടിലാ വന്നേന്ന് പറഞ്ഞേ? അത് പുറത്തു പറയാൻ വിഷമമുണ്ട്. ചിന്ന വീട്ടിൽ വന്ന ബഹളമൊന്നും ഉണ്ടാക്കാതെ ഇറങ്ങുന്നതാണ് ബുദ്ധി. ഇറങ്ങടാ പട്ടു. നീ രക്ഷപ്പെടാൻ വിചാരിച്ചോ? ഫ്രാൻസി വേണ്ട, ഇത് ഞാൻ കൈകാര്യം ചെയ്തു. സോറി അപ്പ, വരൂ നമുക്ക് സംസാരിക്കാൻ. വരൂന്നേ. അബുവിനെ ഇപ്പൊ സംഗതികളുടെ കിടപ്പ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അബുവും ശിവശങ്കരനും ഒറ്റിക്കൊടുത്തത് ഞങ്ങളെയാണ്. നിങ്ങളെ വഞ്ചിക്കണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ടല്ല, കുറച്ച് പണം കിട്ടാനൊരു മാർഗം. മനസ്സിലായി. പക്ഷേ ചെയ്തത് വലിയ ചതിയല്ലേ? വലിയ റിസ്ക് എടുത്താണ് ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത്. വെറും വിശ്വാസത്തിന്റെ മുകളിലാണ് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്നത്. നിങ്ങൾക്ക് 10-20 ലക്ഷം രൂപ കിട്ടി. പക്ഷേ ഞങ്ങൾക്ക് പോയത് 1 കോടിയാണ്. മാത്രവുമല്ല വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ? അതൊരു ചെറിയ കാര്യമല്ല. ചെയ്തത് തെറ്റായി പോയെന്ന് അറിയാം സാർ. വെരി ഗുഡ്. പക്ഷേ തെറ്റ് ചെയ്തിട്ട് സ്കൂൾ കുട്ടികളെ പോലെ തെറ്റ് സമ്മതിച്ചിട്ട് എന്താ കാര്യം? തെറ്റിനുള്ള ശിക്ഷ അത് അനുഭവിക്കണം, വേണ്ടേ? സാർ, ഭാര്യയും അമ്മയും പെങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് സാർ. അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. ആളുകളെ കൊല്ലുന്നത് ഞങ്ങളുടെ ജോലിയേ അല്ല. ഞങ്ങൾക്കും അമ്മയും പെങ്ങളും ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട്. അബുവിനൊരു തെറ്റുപറ്റി. ഇനി ഇത് ആവർത്തിക്കില്ലെന്നും ഞങ്ങൾക്കറിയാം. പക്ഷേ അബുവിനെയും ശിവശങ്കരനെയും പോലെ പണം അത്യാവശ്യമായിട്ടുള്ള പലർക്കും ഈ തെറ്റ് ചെയ്യാനൊരു തോന്നലുണ്ടാവും. അവർക്കിതൊരു പാഠമാണ്, വേണ്ടേ? ഞങ്ങൾ മാത്രമല്ല, ഈ തൊഴിൽ ചെയ്യുന്ന എല്ലാവരും അത് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ശിവശങ്കരനെ ഞങ്ങൾക്ക് വേണം. അവൻ എവിടെയുണ്ട്? എനിക്കറിയില്ല സാർ. അബുവിനെ രക്ഷിക്കാനുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് അബു എന്നോട് സഹകരിക്കണം. ഫ്രാൻസിസ് എന്നെ പോലെയല്ല, പക്ഷെ അല്പ ചൂടനാണ്. പറയൂ. ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ. പറയടാ. നിങ്ങൾക്ക് എന്നെ കൊല്ലാം. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കാം. ശിവൻ എവിടെ അറിഞ്ഞാൽ തന്നെ എന്നെ കൊന്നിട്ടേ നിങ്ങൾക്ക് അവനെ തൊടാൻ പറ്റൂ. ഇവനോടൊക്കെ സംസാരിക്കല്ലേ വേണ്ടത്, കൊല്ലണോ? ഫ്രാൻസി, ശിവശങ്കരനോട് ശരിക്കും സ്നേഹമുള്ളവനാണിവൻ. ഇന്നല്ലെങ്കിൽ നാളെ അവൻ എവിടെയുണ്ടെന്ന് ഇവൻ അറിയും. ഇവനെ ഇപ്പൊ കൊല്ലരുത്. വരും. എനിക്കിനി ജീവിക്കണ്ട. എന്റെ മോനെ അവര് കൊല്ലും. ഒന്നും ഉണ്ടാവില്ലമ്മേ, അതിനുള്ള വഴി ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ ചെന്നിട്ട് ആഭ്യന്തരമന്ത്രിക്കൊരു പെറ്റീഷൻ അയക്കാം. നീയും കൂടി പോയാ ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? ബാല, കുറച്ചു ദിവസം കൂടി നീ എന്റെ അടുത്ത് നിക്കട. അമ്മയ്ക്ക് ഇളയ മോനെ പറ്റിയ വിഷമമുള്ളൂ. ബാലേട്ടനും കൂടി ഇവിടെ നിന്ന് കള്ളക്കടത്തുകാരുടെ കൈകൊണ്ട് മരിക്കണോ? വല്യേട്ട് പൊയ്ക്കോട്ടമ്മേ, അവിടെ പെരപണി തുടങ്ങാൻ പോവില്ലേ? അതാ ഞാൻ ഈ ധൃതി കൂട്ടണേ. ഒരു ദിവസം നിശ്ചയിച്ചത് മുടങ്ങിയ അപശകുന. ഞാനില്ലെങ്കിൽ ഒന്നും ശരിയാവുകയില്ല. ഞാൻ പോയിട്ട് ഇടയ്ക്ക് വരാമേ. അമ്മ ഇങ്ങനെ കരഞ്ഞാൽ ഞാൻ എങ്ങനെയാ പോവാ? വല്യേട്ട് പുറപ്പെട്ടുള്ള അമ്മയെ ഞാൻ സമാധാനിപ്പിച്ചോളാം. എന്താ ചെയ്യേണ്ട ദൈവമേ? പ്രേമി, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഉടനെ അറിയിക്കണം കേട്ടോ. ഞാൻ വരട്ടെ അമ്മേ. ഞാൻ പോട്ടെ അബു. ഓ, ജീവനെ കൊതിയുള്ളവരൊക്കെ വേഗം സ്ഥലം വിട്. അതെന്താ അബു അങ്ങനെ ഒരു സംസാരം? അങ്ങനെയെങ്കിൽ അങ്ങനെ, നിങ്ങൾ വാ. ജീവനെ കൊതിയില്ലാത്തൊരാരുമില്ല. ഞങ്ങളും അതെ. ഞങ്ങൾക്ക് ആ പണവും വേണ്ട. ബാലേട്ടാ, ഒരു ഉപകാരം ചെയ്യായിരുന്നു. അവര് വന്ന കാര്യവും ഭീഷണിപ്പെടുത്തിയ കാര്യവും അമ്മയോടും പ്രേമയോടും പറയാതിരിക്കാമായിരുന്നു. എന്റെ അബു, പറയാതിരുന്നിട്ട് എന്താ പ്രയോജനം? പ്രയോജനമൊന്നുമില്ല. കുറച്ച് ദിവസമെങ്കിലും അത്രയും. ഇങ്ങനെ വേദനിക്കണ്ടല്ലോ. എരുതിയിൽ എണ്ണ ഒഴിച്ചിട്ടാ ബാലേട്ടൻ പോണത്. ബാലേട്ടാ വരൂ. സമയം കളയണ്ട, വയ്ക്കോ.
അമ്മേ, അമ്മോ, ഇത്ര വിഷമിക്ക എന്താ ഉണ്ടായേ? ആരോ വന്ന് ബാലറ്റിനെ ഭീഷണിപ്പെടുത്തി, ഇത്രയല്ലേ ഉള്ളൂ. ശിവൻ അത്ര മണ്ടനൊന്നുമല്ല. അവൻ സുഖമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. ഈ തിക്കും തിരക്കും കഴിയുമ്പോ അവയും വരും. എനിക്ക് തോന്നണത് അവൻ കേരളം തന്നെ വിട്ടിട്ടുണ്ടാവുന്ന. ഇവിടെ ആരും ഇല്ലെന്ന് വിചാരിച്ച അമ്മ വിഷമിക്കണ്ട. ഞാനില്ലേ അമ്മ ഇവിടെ? ഇനി നീ ഇവിടെ കരഞ്ഞ അമ്മയെ വിഷമിപ്പിക്കണ്ട. നല്ല വീക്ക് വെച്ചിട്ട് ഞാൻ പിന്നെ അടുക്കള വല്ല കാര്യമുണ്ടോ നോക്കടി. എന്തേ നീങ്ങി പോന്നേ? വരൂ. ഇക്കാക്കെ കാണുമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നതാ. എന്താ കുട്ടി ഏതാ? എന്റെ പേര് തങ്കം. കല്യൂര് മഠത്തിൽ വരുത്തിയ. ഇത് തരാൻ പറഞ്ഞു കൂട്ടുകാരൻ ശിവശങ്കരൻ. ശിവൻകുട്ടിയോ? ആ, അബുവിന് ഞാൻ ജീവിച്ചിരിക്കുന്നു. ഉടനെ എന്നെ വന്ന് കാണണം. സ്ഥലവും മറ്റു കാര്യങ്ങളും തങ്കം പറഞ്ഞു തരും. സ്നേഹപൂർവം, ശിവൻ. എന്താ മോനെ എഴുതിയിരിക്കണേ? ഞാൻ പറഞ്ഞില്ലേമേ, പടച്ചോ നമ്മുടെ കൂടെയാ. ഞാനും വരട്ടെ മോനെ. എനിക്ക് അവനെ ഒന്ന് കണ്ടാ മതി. അത് വേണ്ടമേ, ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പോവാം. അല്ലെ ചിലപ്പോ അപകടമാവും. ഏട്ടനെ കാണുമ്പോ ഒരു കാര്യം പറയണം. ആ പണം എനിക്ക് വേണ്ട, അമ്മയ്ക്കും വേണ്ട. ശരി, അവള് പറഞ്ഞത്. എനിക്ക് അവൻ മാത്രം മതി. വെറുതെ ആദ്യ പിടിക്കണ്ട. അവള് വല്ലവരുടെ കൂടെ ഇറങ്ങി പോയി കാണും. സത്യയുടെ അല്ലേ അനിയത്തി? തങ്കം വന്നോ ലക്ഷ്മി? ഇല്ല, ദീപാരാധന കഴിയണവർ വന്നിട്ടില്ല. എവിടെ പോയാ കുട്ടി? പുന്നാരിച്ച് തലേ കയറ്റി വെച്ചോ. ഇള്ളാ കുഞ്ഞ് അനുഭവിച്ചോ. ആരുടെ കൂടെ പോയി ആർക്കറിയാം. ആരാരുടെ കുട്ടികളോട് ചോദിച്ചോ നീ? ഉവ്, ഉച്ചയ്ക്ക് അവിടെ ചെന്നിരുന്നു അത്രേ. അവക്കാരോടെങ്കിലും പ്രത്യേകിച്ച് വല്ല അടുപ്പമോ പ്രേമമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ നിനക്ക്? അങ്ങനെയൊന്നും ഉള്ളതായിട്ട് അറിയില്ല. ഓ പിന്നെ, നിന്റെ ലൈസൻസും വാങ്ങിച്ചോണ്ടല്ലേ അവള് പ്രേമിക്കാൻ പോകുന്നത്. ഞാനൊന്ന് നോക്കിയാ കുറ്റം, മിണ്ടിയാ കുറ്റം, അടുത്തൂടെ പോയാ ഒഴിഞ്ഞു മാറും. എനിക്കെന്താ വല്ല മഹാരോഗമുണ്ടോ? ഒന്നുമില്ലേലും ഞാൻ അവളുടെ ഏട്ടനല്ലേടി. ആരും വിഷമിക്കണ്ട, എന്റെ കുട്ടി തെറ്റൊന്നും ചെയ്യില്ല. അവള് വരും. ഓ വരും, ഒരു 5-6 മാസം കഴിഞ്ഞ് വയറും വീർപ്പിച്ചോണ്ട്. നാക്ക് വളച്ച വൃത്തികെട്ട ഭാഷയെ വരൂ. വന്നല്ല. എവിടെ ആയിരുന്നു നീ? അത് ഞാൻ എവിടെ ചീത്തപ്പേര് കേൾപ്പിച്ചിട്ട് ഇടത്തെ പോലെ കാല് പിടിക്കാൻ വന്നാല് അച്ഛൻ തൂങ്ങി നിൽക്കണുണ്ടാവും ഉത്തരത്തേല്. എവിടെ പോയിരുന്നടി നീ? വൈകിയപ്പോ പേടിച്ചു അല്ലേ? ബസ് കിട്ടിയില്ല. ആളെ കണ്ടു. രാത്രി വരും കുളപ്പരയില്. ഒരുപാട് തല്ലി അല്ലേ? തങ്കം,
പത്ത് വാക്ക് കേട്ട് മടുത്തു അച്ഛൻ. സഹിക്കാൻ പറ്റില്ല. വാക്കുകൊണ്ട് പോലും എന്റെ കുട്ടി അച്ഛൻ നോവിച്ചിട്ടില്ല. സന്ധ്യാവണവരെ എവിടെയായിരുന്നു നീ? അച്ഛന്റെ തങ്കത്തിന് വിശ്വാസമല്ലേ? വിശ്വാസ. കിടന്നോളൂ. അച്ഛനോട് അനിഷ്ടം തോന്നരുത് കേട്ടോ. അപ്പോ നമ്മൾ കണ്ടുമുട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. തലനാരിഴയുടെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത്. ഇത് കണ്ടോ, വെടികൊണ്ടതാ. അതൊക്കെ പിന്നെ പറയാം. അമ്മ സുഖമായിരിക്കുന്നു പ്രേമി. ബാലേട്ടൻ പോയി. ഏട്ടനെ അവര് വന്ന് ഭീഷണിപ്പെടുത്തി. അവരുടെ തോക്കിന്റെ മുമ്പിൽ നിന്ന് പടച്ചോന്റെ സഹായം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. നിന്നെ അവർക്ക് വേണ്ടത്. നിന്റെ പേരിലായിരുന്നല്ലോ എല്ലാം. സാരമില്ല, നിന്നെ അവര് വെറുതെ വിട്ടല്ലോ. നീ എന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന ഭയമുണ്ടായിരുന്നു. പണവുമായി ഞാൻ മുങ്ങിയെന്ന്. നീ എന്നെ അത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ. പണം എവിടെയും പ്രശ്നമാണടാ, ഏത് ബന്ധത്തിനും. ഇതാ 20 ലക്ഷം രൂപ. തൽക്കാലം ഞാൻ ദൂരെ എങ്ങോട്ടെങ്കിലും പോവാം. അവർക്ക് കണ്ടെത്താൻ പറ്റാത്ത എവിടെയെങ്കിലും. ഇതിൽ എന്റെ വിഹിതം കൊണ്ട് നീ എന്റെ അമ്മയ്ക്കൊരു വീട് വെച്ചു കൊടുക്കണം. കടങ്ങൾ തീർക്കണം. പ്രേമയെ നല്ല നിലയെ കെട്ടിച്ചുവിടണം. ഏട്ടനും കൊടുക്കണം കൈ നിറയെ പണം. ഞാൻ തിരിച്ചു വരുമ്പോ ധാരാളം കാറും ലോറിയും ബസ്സുകളും ഒക്കെയുള്ള അബൂബക്കർ ബംഗാളിയായിരിക്കണം നീ. വാങ്ങ. ആർക്കും അതിനോടായി പണം. അമ്മയ്ക്ക് വേണ്ട, പ്രേമയ്ക്ക് വേണ്ട, ഏട്ടനും വേണ്ട. അമ്മയ്ക്ക് നിന്നെ മാത്രം മതി. എനിക്കും. നമ്മുടെയൊക്കെ ജീവൻ പണയം വെച്ച് വാങ്ങിയ ഈ പണം എനിക്ക് വേണ്ടടാ. അബു, പിന്നെ ആർക്ക് വേണ്ടിയാടാ നമ്മൾ ഇത് ചെയ്തത്? ഇത് ഞാൻ എന്ത് ചെയ്യും? നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ വന്നത് നിന്നെ കാണാനും രക്ഷപ്പെടുത്താനും. നിനക്ക് വേണ്ടി അവർ ഓരോ മുക്കും മൂലയും തിരയുക. കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടണം. ഈ പണം നിനക്ക് അപ്പോൾ ഉപകരിക്കും. എങ്ങോട്ട് പോകും ഞാൻ? നാളെ സന്ധ്യ കഴിഞ്ഞ് ഞാൻ വരും, ഒരു ട്രെയിൻ ടിക്കറ്റുമായിട്ട്. ഏതെങ്കിലും ഒരു രാത്രി വണ്ടിക്ക് നീ രക്ഷപ്പെടണം. സമ്മതിച്ചോ? സമ്മതിച്ചു. ദാ പൊയ്ക്കോ. അബു, ഉമ്മ. ഉമ്മ നിനക്ക് വേണ്ടി പടച്ചനോട് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ചെല്ല്.